മോനകത്തോട്ടിരുന്നു. എന്തൊരു തിരക്കെന്നെ മോനെ. ചേട്ടാ വിനയനെത്തിയില്ലേ? ഡോക്ടർ പോരും മക്കളകത്തോട്ടിരുന്നു. ചേട്ടാ ഡോക്ടറിലെത്തിയില്ലേ? വരും 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 അകത്തോട്ടിരുന്നു. മോളെ വിനയൻ വിനയൻ ചേട്ടൻ അത്യാവശ്യമായിട്ട് കുറച്ച് സാധനങ്ങൾ മേടിക്കാൻ പോയി ഇപ്പൊ തന്നെ വരും. നിങ്ങൾ അങ്ങോട്ടിരുന്നു. എന്താ കുടിക്കാൻ വേണ്ടേ? ഓറഞ്ച് ജ്യൂസ്. ഓറഞ്ച് ജ്യൂസ്. എനിക്ക് ആ പടം 2 രൂപ ഇപ്പൊ വരും. പക്ഷെ അല്ലെങ്കിൽ തന്നെ 100 രൂപ അങ്ങോട്ടിരുന്നു. വന്നോ? വന്ന് അങ്ങോട്ടിരുന്നു. മെല്ലെ ഇറങ്ങിയാ മതി. എന്റെ പൊന്നു മോനെ എവിടെയായിരുന്നു? കുറച്ചു നേരം കാണാതെ ഈ അപ്പൻ ചേട്ടൻ അങ്ങ് പേടിച്ചു പോയി. അങ്ങനെ അങ്ങ് പേടിച്ചാൽ എങ്ങനെ അപ്പച്ചൻ ചേട്ടാ? എനിക്ക് അത്യാവശ്യമായിട്ട് ഒരിടത്ത് കയറേണ്ടി വന്നു. മതി അത്യാവശ്യ സ്ഥലത്തൊക്കെ പോയിട്ട് മെല്ലെ വന്നാൽ മതി. അതൊക്കെ നോക്കാടോ. നോക്കി നിൽക്കാതെ മോന് കുടിക്കാൻ തണുത്ത എന്തെങ്കിലും എടുത്തോണ്ട് വാ പോ. അയ്യോ എനിക്കൊന്നും വേണ്ട, ഞാനിപ്പം പുറത്തുനിന്ന് കുടിച്ചോളൂ. അല്ല മുഖത്ത് എന്തോ നല്ലൊരു ക്ഷീണം ഉണ്ടാതാ. ഇല്ല, ഇത് എവിടെ പോന്നു? ഞാൻ അടുക്കളയിലേക്ക്. അടിക്കും ഞാൻ ഇനി മേലെ അടുക്കള കയറിയുണ്ടല്ലോ. അടുക്കളയിലെ കാര്യങ്ങളെല്ലാം ഞാൻ നോക്കിക്കോളാം. മോൻ ആ കൗണ്ടറിൽ പോയി ഇരുന്നാ മതി. കുട്ടികളൊക്കെ വരുമ്പോ മോൻ ആ കൗണ്ടറിൽ ഇരിക്കുന്നതാണ് അതിന്റെ ഒരു ഇത്. അല്ല ഞാൻ അവിടെ പോയിരിക്കും. ബാക്കി ഞാൻ വേണ്ട. ഓർഡർ ചെയ്ത് കിട്ടിയായിരുന്നു. എടാ എൽദോ മറ്റവനെ ഇവൻ ഇന്ന് ഞാൻ തല്ലിക്കൊന്ന് ഫ്രൈ ആയിട്ട് വിൽക്കും. ഒന്നോടാ. നിങ്ങൾ ഇതുവരെ കാര്യം പറഞ്ഞില്ല. ധൃതി വെക്കല്ലേ മോനെ, പറയട്ടെ. ഈ കോളേജിനെ സംബന്ധിച്ചിടത്തോളം താൻ ഒരു ഔട്ട്സൈഡറാ. പക്ഷെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ ഹീറോയും താൻ തന്നെ. ഞങ്ങൾക്ക് വേണമെങ്കിൽ തന്നെ ഒതുക്കാം, പക്ഷേ ഞങ്ങൾ അത് ചെയ്യുന്നില്ല. വേറൊന്നും കൊണ്ടല്ല, ഞങ്ങൾക്ക് തന്നെ കൊണ്ട് ചെറിയൊരു ആവശ്യമുണ്ട്. അപ്പോ പിന്നെ നമ്മൾ തമ്മിലൊരു മ്യൂച്വൽ അണ്ടർസ്റ്റാൻഡിങ്ങിൽ അങ്ങ് പോകാമെന്ന് വിചാരിച്ചു. അപ്പോഴും കാര്യം പറഞ്ഞില്ല. കാര്യം വേറൊന്നുമല്ല, ഞാൻ ഈ കോളേജിലെ ഒരു ഉരുപ്പിടിയെ നോട്ടമിട്ട് വട്ടം കറങ്ങാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി. അല്ല, ഞാൻ മാത്രല്ല, ഈ കോളേജിലെ പലവന്മാരും പല രീതിയിൽ അവളെ വീഴ്ത്താൻ നോക്കിയിട്ടുണ്ട്. ദാ ഇപ്പോഴും നോക്കുന്നുണ്ട്. പക്ഷെ അവരെ പോലൊന്നുമല്ല ഞാൻ. അവളെ ലൈൻ അടിച്ച് വീഴ്ത്തി കല്യാണം കഴിച്ച് കൂടെ പൊറപ്പിക്കണമെന്ന ദുരാഗ്രഹം ഒന്നും എനിക്കില്ല. എന്റെ ഉദ്ദേശം മറ്റതാ. പക്ഷേ അതിന് ഞാൻ ഏതെല്ലാം രീതിയിൽ നോക്കിയിട്ടും അവൾ അടുക്കുന്നില്ല. അല്ല, അങ്ങനൊന്നും അടുക്കുന്ന കൂട്ടത്തിലും അല്ല. ഒരു പിശാച, സുന്ദരി പിശാജ്, ക്യാമ്പസ് ഡെവിൽ. അയ്യോ, തമാശ പറഞ്ഞല്ല, ആ പേരിലാണ് അവൾ ഈ ക്യാമ്പസിൽ അറിയപ്പെടുന്നത്. ആളിപ്പോ ഇവിടെ ഇല്ല, എന്തോ ഫെസ്റ്റിവലിനും പറഞ്ഞ് കറങ്ങാൻ പോയിക്കുക. താൻ ഈ ലൈൻ ക്ലിയർ ചെയ്യുന്ന കാര്യത്തിൽ ഒരു മിടുക്കനാണെന്ന് മനസ്സിലായി. തന്നെ പോലൊരാൾ കൂടെയുണ്ടെങ്കിൽ ചിലപ്പോ എന്റെ ഉദ്ദേശം നടന്നേക്കും. എന്തു പറയുന്നു? ചിലപ്പോ നടന്നേക്കുമെന്നല്ല, നടക്കും. പക്ഷേ ഞാനതിന് ശ്രമിക്കില്ല. വേറൊന്നും കൊണ്ടല്ല, നല്ല ഉദ്ദേശത്തോടുള്ള കേസുകൾ മാത്രമേ ഞാൻ അറ്റൻഡ് ചെയ്യാറുള്ളൂ. നിങ്ങൾ ഇപ്പൊ പറഞ്ഞ പോലെയുള്ള കേസ് കെട്ടുകൾ ഞാൻ അറ്റൻഡ് ചെയ്താൽ ചെറ്റകളുടെ ചെറ്റത്തരത്തിന് കൂട്ടു നിൽക്കുന്നവൻ പരച്ചെറ്റ. പണ്ടുള്ളവർ പറഞ്ഞിട്ടുള്ള അത് മറന്നുപോകുന്നതിന് തുല്യമായിരിക്കും. അതുകൊണ്ട് വെരി സോറി, എനിക്ക് ഈ വിഷയത്തിൽ താല്പര്യമില്ല. നീ ശരിക്കും ആലോചന പറഞ്ഞതാണോ? ഞാൻ ഒട്ടും ആലോചിക്കാതെ പറഞ്ഞ സണ്ണിക്കുട്ട. അല്ല, ഈ വിഷയത്തിലേക്ക് ഒരുപാട് ആലോചിക്കാന്ന് പറഞ്ഞാൽ അത് തന്നെ വലിയ മണ്ടത്തരവാ. പിന്നെ നെഞ്ചും വിരിച്ച് മസിൽ ഉരുട്ടി മുഖവും വീർപ്പിച്ച് ഇതേപോലെ വട്ടം കയറി നിന്ന് വിരട്ടി ആലോചിപ്പിക്കാമെന്ന് വല്ല ധാരണയുണ്ടെങ്കിൽ അതങ്ങ് മാറ്റിയേക്ക്. വേറൊന്നുമല്ല മാട്ടിനെ, എനിക്ക് അടി ഇടി എന്നൊക്കെ പറഞ്ഞ ഭയങ്കര പേടിയാ. പക്ഷെ എന്നാൽ ഒന്നുണ്ട്, 2 കൊണ്ടാലും എടുത്ത തീരുമാനം എടുത്തതാ. വർഗീസേട്ടാ, ഞാൻ ഇറങ്ങാം. ചുരുക്കി പറഞ്ഞ താൻ ആളാകെ അങ്ങ് ഫേമസ് ആവുക. ഉവ്വ ഓരോ കേസുകൾ ഓക്കെ ആക്കി എടുക്കുന്ന പാടെ എനിക്കല്ലേ അറിയാവൂ. സത്യത്തിൽ ഇതൊന്നും എന്റെ കഴിവല്ലടോ, എല്ലാം ഒരു ഭാഗ്യമാണ്. പിന്നെ ഈ പ്രേമം എന്ന് പറയുന്നത് അങ്ങനെ പിടിച്ചു പറിച്ചെടുക്കാവുന്ന ഒന്നല്ല എന്ന് ഞാൻ പറയാതെ തന്നെ തനിക്കറിയാലോ. പിന്നെ ഞാൻ അതിനെ കുറിച്ചൊക്കെ റിസർച്ച് ചെയ്തിട്ട് നടക്കല്ലേ. എന്റെ മാഷേ, എനിക്കിതൊന്നും വലിയ തിട്ടയില്ല. ഞാൻ ഇതുവരെ ആരെയും പ്രേമിക്കാനും പോയിട്ടില്ല. അല്ല, അതിനുള്ള പ്രായമായപ്പോഴേക്കും ബാഗും തൂക്കി ബൂത്ത്, ജോലി, വീടെന്നൊക്കെ പറഞ്ഞിറങ്ങേണ്ടി വന്നു. എന്ന് വെച്ച് ഇനി പ്രേമിച്ചുവിടാനൊന്നുമില്ല കേട്ടോ. ഈയിടെയായിട്ട് എനിക്കൊരു ഫോൺ കോള് വരാറുണ്ട്. ഫോൺ കോളോ? ആരുടെ ഇതെന്ന് ചോദിച്ചാ കണ്ണേട്ടന്റെ, എന്റെ മുറച്ചെറുക്കനാ. പക്ഷെ താൻ വിചാരിക്കുന്ന പോലൊന്നും അല്ല കേട്ടോ. ഞാൻ ഇതുവരെ നേരിട്ട് സംസാരിച്ചിട്ടില്ല, എന്തിനെ കണ്ടിട്ടുകൂടിയില്ല. ആള് ദുബായിലാ? അതും അറിയില്ല. ആകെ കൺഫ്യൂഷനായല്ലേ? പറഞ്ഞുതരാം. ഈ ഫോൺ വിളിക്കുന്ന ആളുടെ അമ്മ, അതായത് അച്ഛന്റെ പെങ്ങള് യശോദാമ്മ, പണ്ട് തറവാട്ടിൽ നിന്ന് ഇഷ്ടപ്പെട്ട ഒരാളുടെ കൂടെ ഇറങ്ങിപ്പോയതാ.
ഒരു കണക്കിന് എന്റെ അച്ഛനെ ഇറക്കി വിട്ടതാണെന്നും പറയാട്ടോ. അച്ഛന് പിന്നെ ആ കാര്യത്തിൽ നല്ല കുറ്റബോധം ഉണ്ടായിരുന്നു. പക്ഷേ ഇപ്പൊ ഇത്രയും വർഷങ്ങൾക്ക് ശേഷം അവരുടെ ഫോൺ കോൾ വന്ന് തുടങ്ങിയത് പിന്നെ അച്ഛൻ വലിയ സന്തോഷത്തില. ഒരിക്കൽ പോലും കാണാത്തതുകൊണ്ടാവണം എനിക്കുണ്ട് രണ്ടാളെയും കാണാൻ കൊതി. എന്നിട്ട് എന്ന് വരുമെന്ന് അയാൾ പറഞ്ഞത്? അതുമാത്രം കണ്ണട്ടം പറയില്ല. ഒരു ദിവസം ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ എന്താ കൊണ്ടുവരേണ്ടത്, തീർന്നു. ഫോണിലൂടെയുള്ള സംസാരം ഇത്ര മാത്രം. എങ്ങനെയുണ്ട് ഇതൊക്കെ കേട്ടിട്ട്? എഴുത്തുകാരന് വല്ല കഥയും തോന്നുന്നുണ്ടോ? ഈ വിളിക്കുന്നത് കണ്ണൻ തന്നെയാണെന്ന് അങ്ങനെ ഉറപ്പിക്കാനൊന്നും പറ്റില്ലല്ലോ. ഞാൻ ചുമ്മാ തമാശക്ക്. എനിക്ക് മനസ്സിലായി. ചെല്ലട്ടെ, ബസ് വരാറായി. ലെവലല്ലേ, കെട്ടിക്കോട്ടെ. ആ ലെഫ്റ്റ് സൈഡ് കുറച്ചുകൂടെ മേളിലോട്ട്. അല്ല ഡോക്ടറെ, ഞാനൊരു കാര്യം ചോദിച്ചാൽ സത്യം പറയൂ? ആദ്യം ചോദ്യം കേൾക്കട്ടെ, എന്നിട്ട് തീരുമാനിക്കാം. എല്ലാവരുടെ എല്ലാവിധ ലാംഗ്വേജിലും നീ കൂടെയുണ്ട്. നിനക്ക് സ്വന്തമായിട്ട് ഇതിനൊന്നും താല്പര്യമില്ലേ? ആര് പറഞ്ഞു താല്പര്യമില്ലെന്ന്? എനിക്ക് ഓൾറെഡി ഒരെണ്ണം ഉണ്ടെന്നങ്ങ് കൂട്ടിക്കോ. എന്നിട്ടാണ് നീ ഇതുവരെ പറയാതിരുന്നത്? പറഞ്ഞേ, ആരാ കക്ഷി? ഇവിടെ ഉള്ളതോ അതോ നാട്ടിലുള്ളതോ? ആ ഇവിടെയൊക്കെ തന്നെ ഉള്ളതാ. ഇവിടെ ഉള്ളതാ? രഞ്ജിനിയാണാ? ചെപ്പോടാ. ആതിര? ഹേയ് ശ്രുതി? ഞാൻ പറയാം ആരാ കക്ഷിന്ന്. നയൻതാര. അല്ലടാ, ഇതിനേക്ക് ആർക്ക് വേണേലും അങ്ങോട്ട് പ്രേമിക്കാം. ഇങ്ങോട്ട് കിട്ടാനാണ് പണി. ദേ ഞാൻ തന്നെ കഴിഞ്ഞ മാസം ഒരുത്തി വിട്ടത് ആസിൻ. ഇനിയിപ്പോ പുതിയ ഒരാളെ കണ്ടുപിടിക്കണം. അതാണ് നമ്മുടെ ഒരു ലൈൻ. എടാ റോയ്, നിന്റെ കക്ഷി ലാൻഡ് ചെയ്തിട്ടുണ്ട്. എന്തായാലും ഡോക്ടർക്ക് ഇന്ന് മുതൽ പണി തുടങ്ങാം. നിനക്ക് മനസ്സിലായോ അവൻ എന്താ പറഞ്ഞിട്ട് പോയതെന്ന്? എടാ, നമ്മുടെ റോയുടെ എതിർകക്ഷിയില്ലേ, ഡെവിൽ, ക്യാമ്പസ് ഡെവിൽ, അവള് ലാൻഡ് ചെയ്തിട്ടുണ്ടെന്ന്. നിനക്ക് പണിയായി മോനെ. ഇപ്പൊ എങ്ങനെയുണ്ട്? എന്റെ കാറിനോട് മത്സരിച്ച് ജയിക്കാൻ തന്റെ പ്ലിമ്മത്തിന് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞതല്ലേ? ഞാൻ തോറ്റു തന്നല്ലേ? തോറ്റ് ജയിക്കുന്നതാ എനിക്കിഷ്ടം. അപ്പൊ ഓക്കെ, നമുക്ക് വൈകുന്നേരത്തെ ട്രിപ്പിൽ കാണാം. ഓക്കെ, ബൈ. പാതിരക്കോഴി, നിക്ക്. താനെന്താ ഇവിടെ? മനസ്സിലായില്ല? അന്ന് ബസ് സ്റ്റാൻഡിൽ വെച്ച് എന്താവിടെ ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുന്നേ? എന്തായാലും താൻ ആളാകെ അങ്ങ് മാറി, ഒരു കൊച്ചു ചുള്ളനായിട്ടുണ്ട്. എന്തു പറ്റി? പുസ്തക വിൽപ്പനൊക്കെ മാറ്റി വെച്ച് പഠിക്കാൻ തീരുമാനിച്ചോ? ഇല്ല, ഞാനിവിടെ ക്യാൻറ്റീനിലൊരു ജോലി. ഓ അങ്ങനെ, അതേതായാലും നന്നായി. എനിക്ക് പറ്റിയൊരു തണ്ടി ഇവിടെ ഇല്ലാതിരിക്കായിരുന്നു. ഈ കോളേജ് കെട്ടിടത്തിന്റെ സ്ട്രക്ചർ പോലെ തന്നെ ഇവിടുത്തെ കുട്ടികളും വെറും പഴഞ്ചേസാ. എന്തായി ഡ്രാമ ഫെസ്റ്റിവൽ? വന്നിട്ട് പറയാം. എന്റെ ഗാങ്ങാ. കാര്യങ്ങൾ അവളുമാർ അറിഞ്ഞിട്ട് എന്നെ നാസാക്കാനായി ചോദ്യം. അല്ല, ഫെസ്റ്റിവലിന് പോയിട്ട് സമ്മാനം വാരി കെട്ടിക്കൊണ്ടുവരാന്നുള്ള ഒരു ദുരുദ്ദേശം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നില്ല. ഞങ്ങളുടെ ഉദ്ദേശം എന്തായാലും നടന്നു. മെഡ്രാസ് മൊത്തത്തിലൊന്ന് കറങ്ങി. പിന്നെ ഒന്നും കിട്ടില്ല എന്ന് പറയാൻ പറ്റില്ല കേട്ടോ. അല്ല, അസല് കൂല് കിട്ടി. താനെന്തായാലും ഇവിടെ തന്നെ കാണുമല്ലോ. നമുക്ക് വിശാലമായിട്ട് പിന്നീട് സംസാരിക്കാം. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ചെല്ലട്ടെ, ഇല്ലെങ്കിൽ ഇതിന്റെ പണിഷ്മെന്റ് വേറെ കിട്ടും. ഹലോ.